മഴ തോരുമുമ്പിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗാധരൻ പോകാൻ പോണ്, ഗംഗേട്ടൻ പോണതിനേക്കാൾ മുന്നേ നമ്മുടെ രോഹിത്തിനെയും ബബിതനെയും വിളിച്ച് ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അയാളൊരു അച്ഛനാണോ എന്നൊക്കെയാണ് രോഹിത്ത് ചോദിച്ചത്. അത് കേട്ടപ്പോൾ നമ്മുടെ രാജീവന് വരെയും ദേഷ്യം വരും. എന്താടാ ആൾക്ക് എന്തൊരു കുറവ്? നിൻ്റെ അമ്മനെ നിങ്ങളെയൊക്കെ പൊന്നു പോലെ നോക്കണില്ലേ? അലീനനെ കൊണ്ട് നിങ്ങൾക്ക് എന്തിട്ടാണ് ഉപദ്രവം ഉണ്ടായത്? നിൻ്റെ അമ്മയുടെ വാക്ക് കേട്ടിട്ടുണ്ട് ഞങ്ങൾ അലീനനെ ഉപദ്രവിക്കാൻ പോയത് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നു. ഇത്ര പെട്ടെന്ന് ഇവരെങ്ങനെ മാറിയെന്ന് ആലോചിച്ചിട്ട് വല്ലാത്തൊരു ഇതാണ് ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭാവി പരിപാടി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പഠിക്കാൻ പോകുമെന്ന് പറയും. അത് മനസ്സിലായി. പക്ഷേ ഇവിടെ നിന്നിട്ടാണോ നിങ്ങൾ പഠിക്കണേ? നിങ്ങൾ അച്ഛൻ്റെ അടുത്തേക്ക് പോകണം എന്നൊക്കെ പറയും. അതെന്തായാലും നടക്കില്ല എന്ന് പറഞ്ഞ് ഉറപ്പിച്ചങ്ങോട്ട് പറയുന്നു രോഹിത്ത്. അപ്പോൾ ആ സമയത്ത് ശിവൻ വരും. ശിവനോട് ചോദിക്കും, ശിവ ഒരു 5 വർഷം ഇവരെ രണ്ടുപേരെയും ഇവിടെ നിർത്തി പഠിപ്പിക്കാൻ നീ തയ്യാറാണോ എന്ന് ചോദിക്കും. അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയും. കമലനോട് ചോദിക്കും, കമല ഇവർക്ക് 5 വർഷം നീ തീറ്റിപ്പോറ്റുമോ എന്ന് ചോദിക്കും. 5 വർഷം അതൊന്നും പറ്റുന്നില്ല, വേണമെങ്കിൽ ഒരു 5 മാസം എന്ന് പറയും. അപ്പോൾ എല്ലാവരും കൈ ഒഴിയുന്നു മനസ്സിലായി. അപ്പോൾ അങ്ങനെ തന്നെ രോഹിത്തും ബബിതയും ദേഷ്യത്തോടെ അകത്തേക്ക് പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഭയങ്കര ചർച്ചയൊക്കെ ഇനി വിളിച്ചുകൊണ്ടുവന്നവരൊക്കെ ഇനി പോകാൻ പറയുമെന്ന് പറയുമ്പോൾ അത് അവരൊക്കെ പറഞ്ഞോട്ടെ, അച്ഛനും ചെറിയച്ഛനൊക്കെ പോകും, ഇപ്പം നീ അതൊന്നും കാര്യമാക്കണ്ട, നിങ്ങൾ ഇവിടെ നിന്നാൽ മതി എന്ന് പറയും. കമല വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ പോകുമൊന്നും വേണ്ട, നിങ്ങളിവിടെ നിന്നോ, അച്ഛൻ അമ്മരെ മാറിക്കഴിയുമ്പോൾ അമ്മ വേറെ വീട് വാടകയ്ക്ക് എടുത്തോളും, അപ്പോൾ നിങ്ങൾക്ക് താമസിക്കാം, അല്ലാണ്ട് അവളെ അടിമയായിട്ട് നിങ്ങൾ പോയി നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഗംഗാധരൻ പാക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഡ്രസ്സൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യുന്നതാണ്. പിന്നെ മനു വരുന്നുണ്ട്. മനു വരുമ്പോൾ മുത്തശ്ശിയിലേക്ക് ചെല്ലണത്. അതിന് മുന്നേ തന്നെ കമലനായിട്ടൊന്ന് ഉടക്കുന്നുണ്ട്. കാരണം വൈജയന്തിക്ക് കൂട്ട് നിൽക്കാൻ ഹോസ്പിറ്റലിൽ ആരുമില്ല. അപ്പോൾ ബബി തന്നെ രഞ്ജുവിനെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞപ്പോൾ രഞ്ജുവിന് പഠിക്കാനുണ്ട്, ബബിതയ്ക്കും കോളേജിൽ പോകണ്ടേ, അവർ രണ്ടുപേരും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് നിന്നൂടെ, അമ്മയ്ക്ക് മറ്റുള്ളവരെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ആൾക്കാരെ അടിച്ചിറക്കാനും അപവാദം പറയാനും ഭരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ, ഭയങ്കര അതിനൊക്കെ നേരണ്ടല്ലേ എന്ന് പറയും. ഈ വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് മാറിക്കാൻ പറ്റില്ലല്ലേ എന്ന് പറയും. നീ എന്നായിട്ട് ആവശ്യമില്ലാത്തതിന് വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട, നീ പോയി നിന്നോ. അലീന വെറുമൊരു വേലക്കാരിയായി നിന്ന അലീനയ്ക്ക് നീയല്ലേ കൂട്ടു നിന്നത്, അന്ന് അവൾക്ക് ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ, ഇന്ന് അവൾക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഇന്നിപ്പോൾ അവൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. എന്നിട്ട് മനു അകത്തേക്ക് പോവും. മുത്തശ്ശീനായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട്, മോനെ നീ എല്ലാം കഴിച്ചു എന്ന് വെച്ചപ്പോൾ എവിടെ നിന്ന് വന്ന വഴിക്കാൻ അമ്മനായിട്ട് വഴക്കിട്ട്, അപ്പോൾ ഇനി കിട്ടുന്ന കാര്യം കഷ്ടമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിക്ക് ഇവിടെ സുഖമാണോന്ന് ചോദിക്കുമ്പോൾ എന്ത് സുഖം, എൻ്റെ ആമക്കളുള്ളത് കൊണ്ട് മാത്രം എന്നെ ഭീഷണിപ്പെടുത്താണ്ട് നിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ ഇവിടെ എന്തൊക്കെ ചെയ്തേനെ. സത്യത്തിൽ അമ്മനോട് പോരെടുത്തിട്ടുണ്ടോ മുത്തശ്ശി, അല്ലാണ്ട് പിന്നെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിക്കുന്നത്. എപ്പോഴാ നടന്നു, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറയും. പിന്നെ അലീനയുടെ കാര്യം പറയുന്നത്, അലീന ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നല്ലോണം നോക്കിയിരുന്ന്. മുത്തശ്ശിക്ക് അങ്ങോട്ട് പോകണോ എന്ന് ചോദിക്കും. അങ്ങോട്ട് പോകാൻ പറ്റുമോ, വൈജയന്തി ഇല്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകണേ, ബാലചന്ദ്രൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്നൊക്കെ ചോദിക്കും. അതിനെന്താ കുഴപ്പം, അങ്കിളിന് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, പിന്നെ വൈജയന്തി അല്ലല്ലോ മുത്തശ്ശിനെ നോക്കിയത്, അലീനല്ലേ എന്ന് പറയും. അവളിപ്പോൾ പഴയ അലീനല്ലല്ലോ, ഇപ്പോൾ ജോലിക്കാരിയിൽ നിന്നും മുതലാളിയുടെ മോളായില്ലേ, അപ്പോൾ പിന്നെ എന്നെ നോക്കുമോ എന്ന് ചോദിക്കും. മുത്തശ്ശിക്ക് അലീനെ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയണേന്ന് പറയും. ഞാൻ വലിച്ചൻ പോവാണ് നാളെ, അതുകൊണ്ട് ഞാൻ വന്നതാണെന്ന് പറയും. അങ്ങനെ ഗംഗാധരൻ ഗംഗാധരൻ പോണേക്കാൾ മുന്നേ അവരോട് പറയുന്നുണ്ട്, വേറൊരു പ്രശ്നം ഉണ്ടാക്കരുത്, അനിയന്മാരോട് പറയുന്നുണ്ട്, ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, ഞാൻ ബാലചന്ദ്രനായിട്ട് സംസാരിക്കാനൊക്കെ പറയുന്നുണ്ട്. ബാലചന്ദ്രനായിട്ട് അടുത്ത ആഴ്ച വരുന്ന ഭാഗത്തൊക്കെ ബാലചന്ദ്രനായിട്ട് ബാലചന്ദ്രൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ബാലചന്ദ്രൻ ഒരു വിധത്തിലും സമ്മതിക്കില്ല. വൈജയന്തി ആയിട്ട് ഒത്തുപോകില്ല, വൈജയന്തി ആയിട്ട് ഇനി ഒരു ജീവിതമില്ല എന്ന് തീർത്ത് പറയുന്നു. ഇത്രയും പകയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉണ്ട് ഗംഗേട്ടാ, നിങ്ങളെ വീട്ടിൽ എങ്ങനെ ഇങ്ങനെ ഒരു അസുരവിത്ത് വന്ന് പറന്ന്, ഞാൻ സാധാരണ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അവളെ ഞാൻ അംഗീകരിച്ചേനെ, അവൾ തെറ്റ് ചെയ്ത് ഞാൻ ക്ഷമിച്ചേനെ. പക്ഷേ ഇത് അവൾ അഹങ്കാരത്തിൻ്റെ കയ്യും കാലും വെച്ചവളാണ്, അവളെൻ്റെ തലയിലാണ് കയറിയിരുന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ കൊള്ളാൻ കഴിയില്ല, അവൾ ചെയ്ത ചതി എൻ്റെ മനസ്സിൽ നിന്ന് പോകില്ല, അതിന് മാത്രം സ്നേഹമൊന്നും അവളെനിക്ക് തന്നിട്ടുമില്ല എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ആൾ വിഷമത്തോടെ തിരിച്ചു വരും. അപ്പം മനുവിനോട് ചോദിക്കുന്നുണ്ട്, മനു എന്ത് ചെയ്യോടാ നമ്മൾ നിറപ്പ്, എനിക്കൊന്നും അറിയില്ല വലിച്ച, എന്ത് ചെയ്യാൻ എനിക്കൊരു രൂപയില്ല, അങ്കിളിനെ കുറ്റം പറയാൻ ഒരിക്കലും പറ്റില്ല, അങ്കിളുടെ സ്ഥലത്ത് ആരായാലും അങ്ങനെ തന്നെയല്ലേന്ന് പറയുമ്പോൾ, അതേടാ അത്രയും വലിയ ചതി തന്നെയാണ് ബാലചന്ദ്രനോട് നമ്മളെ വീട്ടുകാർ ചെയ്തിട്ടുള്ളത്, അറിഞ്ഞുകൊണ്ട് ചെയ്താണ്, അല്ലാണ്ട് അറിയാണ്ട് ചെയ്തിട്ടുള്ളതല്ല. പക്ഷേ ഇനി എന്ത് ചെയ്യാനാണ്, വരുന്നിടത്ത് വെച്ച് കാണാം എന്നും പറഞ്ഞ് അദ്ദേഹം പോകുന്നുണ്ട്. പിന്നീട് മനുവിൻ്റെയും അലീനയുടെയും കുറച്ച് റൊമാൻസ് ഭാഗങ്ങളൊക്കെ ഇനി രണ്ടുപേരും കൂടെ സംസാരിക്കുന്നുണ്ട്. മനുവിനെ കാണാത്തതിൽ പരാതിയൊക്കെ പറയുന്നുണ്ട് അലീന, കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട്,
എന്നൊക്കെ പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് എന്നെ കാണാൻ ആഗ്രഹിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയും. പിന്നെ ഇവിടുത്തെ ജീവിതം എങ്ങനെ സന്തോഷമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അച്ഛനും 2 പെൺമക്കളും കഞ്ഞിയും കറിയൊക്കെ വെച്ച് കഴിച്ച് അങ്ങനെ ജീവിച്ച് പോണേന്നൊക്കെ പറഞ്ഞ് മനുവിനോട് നല്ല സന്തോഷത്തോടെയൊക്കെയാണ് അലീന സംസാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.